അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്ത് മറിയമിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ദിവസം 82 ആയത്തുകളാണ് വരെ ഓതിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 70 മുതൽ അതിന്റെ ഏകദേശം പൂർണ്ണമായിട്ടും ഓതാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത, ചെറിയ ഒരു ടെസ്റ്റ്. നമ്മൾ സാധാരണ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, ക്ലാസ് ടെസ്റ്റ്. അപ്പം അതുപോലെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാക്കുന്ന ഒരു ടെസ്റ്റാണ് ഇൻഷാ അല്ലാഹ്. ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു പ്രൈസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1ാം സ്ഥാനവും അതുപോലെ തന്നെ 2ാം സ്ഥാനവും ലഭിക്കുന്ന ആളുകൾക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കും. ആ 10 ചോദ്യത്തിന് ഉത്തരം ഇൻഷാ അല്ലാഹ് നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ 1 2 3 4 5 6 7 താഴോട്ട് എഴുതിയിട്ട് അതിൻ്റെ 10 ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും അധികവും ഇൻഷാ അല്ലാഹ്. ആ സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു രൂപത്തിലുള്ള ചെറിയൊരു ക്ലാസ്സും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അതായിരുന്നു. അപ്പോൾ അത് കാണാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ആ ഒരു വീഡിയോന്റെ ആ ഒരു ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കേൾക്കാൻ ബാക്കിയുള്ള ആളുകൾ അതൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അത് കേൾക്കണമെന്നില്ല. അത് തിരിയാത്ത ആളുകൾ, അതിനെക്കുറിച്ച് തീരെ അറിയാത്ത ആളുകളാണ് അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ 10 ചോദ്യങ്ങൾ ചോദിക്കും ഇൻഷാ അല്ലാഹ്. ഈ 10 ചോദ്യത്തിന് ഉത്തരം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് ഫോട്ടോ അയക്കുകയും ഇൻഷാ അല്ലാഹ് നാളെ 5 മണിക്ക് മുമ്പ്, തിങ്കളാഴ്ച അല്ലെ, നാളെ തിങ്കളാഴ്ചയാണ്, 2025 തിങ്കൾ 15-ാം തീയതിയാണ്. ഇന്ന് 14-ാം തീയതിയാണല്ലോ. അപ്പൊ നാളെ 15-ാം തീയതിക്ക് മുമ്പായിട്ട് 5 മണിക്ക് മുമ്പായിട്ട്, വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അയക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ പ്രൈസ് ഉണ്ടായിരിക്കുന്നുള്ളൂ. പ്രൈസ് എങ്ങനെ കൊടുക്കലെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകിൽ ചൊവ്വാഴ്ച രാത്രി 10:15 അല്ലെങ്കിൽ അതിന് സൗകര്യപ്പെട്ടിട്ടില്ല എങ്കിൽ ബുധനാഴ്ച രാത്രി 10:15 ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ എത്ര ആളുകൾ അയച്ചിട്ടുണ്ടോ ആ ആളുകളുടെ പേര് മുഴുവനും കൃത്യമായിട്ട് ചെറിയൊരു പേപ്പറിൽ നറുക്കായിട്ട് എടുക്കുകയും അതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും, ആദ്യം എടുക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ്, രണ്ടാമത് എടുക്കുന്ന ആൾക്ക് സെക്കൻഡും, ഇങ്ങനെ ലഭിക്കുന്ന ആളുകൾക്ക് അതിന്റെ പ്രൈസ് ഇൻഷാ അല്ലാഹ് എത്തിക്കുന്നതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, വാട്സപ്പിൽ അയക്കുമ്പോൾ ഏതായാലും അതിന്റെ മെസ്സേജ് അവിടെ ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും അതിന് ഉത്തരം അയക്കുകയും ഞാനതിന് ഓക്കെ തരികയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവരെന്ത് ചെയ്യുക, ആൻസർ തന്ന ആളുകൾ മുഴുവനും യൂട്യൂബിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ ആൻസർ അയച്ചിട്ടുണ്ട് എന്നുള്ളതായ ഒരു കമന്റ് യൂട്യൂബിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ തന്നെ ഇടണം. ഈ വീഡിയോക്ക് താഴെ തന്നെ ഇട്ടാൽ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോക്ക് താഴെയായിട്ട് എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഒരു 10 ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയ ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ അതിന് റീപ്ലൈ തന്ന ആളുകൾ മുഴുവൻ എന്ത് ചെയ്യുക, ഇതിൽ ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, ഒരു കമന്റ് അയക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുമില്ല, ചെറിയ ഒരു 10 ചോദ്യങ്ങളാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം ഇന്ന അക്ഷരം വന്നാൽ ഏതാ നിയമം, ആ നിയമം മാത്രം എന്ത് ചെയ്താൽ മതി. ഒന്നാമത്തെ ചോദ്യമാണെങ്കിൽ ആ ഒന്നാമത്തെ ചോദ്യത്തിന്റെ നേരെ എന്ത് ചെയ്യുക, 1 ഇട്ടതിന്റെ അതിന്റെ നേരെ ഇൽഹാർ ആണെങ്കിൽ ഇൽഹാർ, 2 ഇഖ്ഫ ആണെങ്കിൽ ഇഖ്ഫാർ, മറ്റത് ഇദ്ഗാം ബിഗുന്നയാണെങ്കിൽ ഇദ്ഗാമും ബിഗുന്ന. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ, സുക്കൂന നൂനിന്റെ നിയമങ്ങൾ വേറെയാണ്. അത് കുറച്ച് കൂടുതലുണ്ട്. സുക്കൂനുള്ള മീമിൻ്റെത് വളരെ സിമ്പിളാണ്. നോക്കിയാൽ തന്നെ കഴിഞ്ഞ ക്ലാസ് കാണാൻ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ചാർട്ട് വളരെ കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും, തിരിയാത്ത ഒരാൾക്കും തിരിയുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ്. എൻ്റെ നിയമമല്ലത്, അത് വിശുദ്ധ ഖുർആന്റെ നിയമമാണ്. അത് നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തിരിയും ഇൻഷാ അല്ലാഹ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നാളെ ചൊവ്വാഴ്ച രാത്രി 10:15 അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാത്രി വരും. അപ്പം ലൈവിൽ വരും. ലൈവിൽ നിന്ന് നിങ്ങളെ ആ നറുക്ക് അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഉത്തരം വളരെ കൃത്യമായിട്ട് എഴുതിയ 10 ശരിയും ഉള്ള ആളുകളെ പേര് മുഴുവനും ആ നറുക്കിലുണ്ടാവും. ആ നറുക്ക് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ എടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ചെറിയ ടെസ്റ്റ് വെക്കുന്ന എന്തിനകത്ത് ചോദിച്ചാൽ വേറൊന്നല്ല, ഒരുപാടായി നമ്മുടെ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷം എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് അവരെ പേര് മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ തരുന്ന പേരായിരിക്കും മെൻഷൻ ചെയ്യുക. അപ്പോൾ
ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒരു സന്തോഷം എന്ന നിലക്കാണ്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഒന്നാം സ്ഥാനക്കാർക്ക് 500 അതുപോലെ തന്നെ രണ്ടാം സ്ഥാനക്കാർക്ക് 313. അപ്പോൾ ആ ചെറിയൊരു തുക ഉണ്ടാവുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഏതായാലും പിന്നെ അത് അയക്കുന്ന രൂപം ഏതായാലും വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ, അപ്പോൾ അവരെ ബന്ധപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 71-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതുന്നത്. കഴിഞ്ഞ ദിവസം 82-ാമത്തെ ആയത്ത് മുതലായിരുന്നു. ഇൻഷാ അല്ലാഹ് 70, 71 മുതൽ പൂർണ്ണമായിട്ടും നമ്മൾ ഇന്ന് പാരായണം ചെയ്യും. ഈ ക്ലാസിന്റെ ഇടയിലെ ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യത്തിന് എന്ത് ചെയ്യാം, ചോദ്യം എന്നുള്ള ഞാൻ ചോദ്യം എന്ന് പറയാണ്, വെറുതെ ചോദ്യം മാത്രമാണ്. ആ സുക്കൂണിലെ നിയമം പിന്നെ മീമിന്റെ നിയമം ഒന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പരമാവധി ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് പിന്നെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും താല്പര്യമുള്ള ഗ്രൂപ്പുകളിൽ എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യേണ്ട, താല്പര്യമുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ശ്രമങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും. നല്ല നിയത്തോടു കൂടെ നമ്മളൊക്കെ ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا. وإن സുക്കൂണിലെ മീമിന്റെ ശേഷം മീമ് വന്നു അല്ലേ, സുക്കൂണിലെ നൂനിന്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പൊ എങ്ങനെ ഓതണ്ടേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ. ഇവിടെയാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, സുക്കൂൺ മിൻകും എന്നതിന് ശേഷം ഒരു സുക്കൂണുള്ള മീമ് കണ്ടല്ലോ. ഈ മീമിന്റെ ശേഷം ഹംസ വന്നു. മീമിന്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നിയമം? ആ നിയമം എന്ത് ചെയ്യുക, ഒന്ന് നമ്പർ ഇടുക. അവിടെ ഇഖ്ഫ ആണെങ്കിൽ ഇഖ്ഫ എന്നിടുക, ഇദ്ഹാർ ആണെങ്കിൽ ഇദ്ഹാർ എന്നിടുക. പിന്നെ കഴിഞ്ഞ ക്ലാസ് കേട്ട, ഞാൻ ഇപ്പം നിയമം പറയുന്നില്ല, എന്തിനാ ചോദിച്ചാൽ പിന്നെ അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തിരും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേട്ട ആളുകൾക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് ഇനി എന്ത് ചെയ്യുക, അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് തിരും. കാരണം എഴുതിയേക്കാൻ മാത്രമേ ഉള്ളൂ നിയമമുള്ളൂ. അപ്പോൾ സുക്കൂണുള്ള മീമിന്റെ ശേഷം ഇവിടെ ഇ എന്നുള്ള ഹംസ വന്നു. എന്താണ് അവിടുത്തെ നിയമം? അതെന്ത് ചെയ്യുക, ഒന്ന് എഴുതിയേക്കുക. രണ്ടാമത്തെ ചോദിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, 2 എഴുതുക, താഴെ എഴുതുക. അതിനെന്ത് ചെയ്യുക, ഉത്തരം അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 10 കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, എൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. إلا واردها كان على ربك حتما مقضيا. حتما مقضيا. തൻവീന്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീന്റെ ശേഷമാണ് ഇത്. നമ്മൾ ചോദിക്കുന്നത് സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങളാണ്. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ثم ننجي الذين ثم അല്ലേ, അവിടെ എന്താ ശദ്ദുള്ള മീമാണ്. ശദ്ദുള്ള മീമാകുമ്പോൾ മണിക്കണം. അവിടെ ഇനി വേറെ ഒന്നും നോക്കണ്ട. ശദ്ദുള്ള മീമ്, ശദ്ദുള്ള നൂന്, ഇതൊക്കെ എന്ത് ചെയ്യണം, മണിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഓതുമ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ആ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം, പാലിച്ച് നമ്മൾ പാരായണം ചെയ്യണം. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. وإذا تتلى عليهم آياتنا بينات قال الذين كفروا وإذا تتلى عليهم آياتنا بينات قال الذين كفروا بينات تنوين اسم قاف إخفاء ചെയ്യണം. بينات قال الذين ഈ അല്ലദീന എന്നുള്ളത് പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഖാല അല്ലദീന എന്ന് വായിക്കരുത്, ഖാല അല്ലദീന എന്ന് വായിക്കൂല. ഇത് വസ്ലിൻ ഹംസയാണ്. അത് അല്ലദീന എന്നല്ല, ഏത് വാക്ക് വന്നാലും വസ്ലിൻ ഹംസ വന്നാൽ
വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അല്ലദീനിന്റെ അവിടെ കണ്ടില്ലേ, വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ഒരു ചിഹ്നം വരും, അതിന്റെ പേരാണ് വസ്ലിന്റെ ഹംസ എന്ന് പറയും. ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. നേരെ മറിച്ച് ഒറ്റ പിന്നെ അവിടെ നിർത്തിയിട്ടാണ് വായിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തിയാൽ അവിടെ പിന്നെ ഇനി അടുത്ത് തുടങ്ങുമ്പോൾ അല്ലദീന എന്നാണ് വായിക്കേണ്ടത്. തുടങ്ങുമ്പോയാണെങ്കിൽ നേരെ മറിച്ച് ഇങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ പിന്നെ അവിടെ അല്ലദീന എന്ന് വായിക്കൂല. ഖാലല്ലദീന ആ എന്നുള്ളത് ഒഴിവാകുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 2-3 പ്രാവശ്യമായിട്ട് ഈ സംശയം ഇങ്ങനെ ചോദിച്ചെടുത്ത് ആരൊക്കെയോ. അപ്പൊ അല്ലദീന എന്ന് വായിക്കണമെങ്കിൽ അവിടെ നിർത്തിയാൽ മാത്രമേ നമ്മൾ ഇനി പുതിയതായിട്ട് തുടങ്ങും. ശ്വാസം മുട്ടി നിർത്തി ഇനി ഓതുമ്പോഴേ അല്ലദീന എന്ന് വായിക്കുകയുള്ളൂ. അത് ഏത് സ്ഥലം വസ്ലിൻ ഹംസയുള്ള ഏത് സ്ഥലം അങ്ങനെ തന്നെ. അല്ലദീന എന്ന് വായിക്കണേ ആന്ന് വായിക്കും, ചിലത് ഈ എന്ന് വായിക്കും. വസ്ലിൻ ഹംസ ആന്ന് വായിക്കും, ചിലത് ഈ എന്നുണ്ടാവും, ചിലത് ഊന്നുണ്ടാവും. അത് അലിഫും ലാമും ഉള്ള സ്ഥലത്ത് ആ എന്ന് തന്നെ വായിക്കുകയുള്ളൂ. അല്ലദീന എന്നുള്ള അലിഫും പിന്നെ ഉള്ളത് ലാമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് അല്ലദീന എന്ന വായിക്കുക. എപ്പോ തുടക്കത്തിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ കൂട്ടി വായിക്കാറ് മുമ്പുള്ള വാക്ക് ഇതിനോട് ചേർത്തിട്ടാണ് വായിക്കുന്നത്. ആലാണ് ഇതിന് അല്ലദീന എന്ന വാക്കിന് മുമ്പ് ആലയാണ്. ആലയാകുമ്പോൾ ആ കാല എന്നത് ചേർത്തി വായിക്കുകയാണെങ്കിൽ ആ വസ്ലിൻ ഹംസ ഉച്ചരിക്കുകയില്ല. ഇനി മനസ്സിലാത്തതല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ക്ലാസ് അല്ല. വളരെ പ്രയാസപ്പെടുന്ന, ഓതാൻ ബുദ്ധിമുട്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഓതാൻ അറിയും തീരെ അറിയാത്ത ആളുകൾക്കല്ല, തീരെ വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇപ്പൊ നമുക്ക് അക്ഷരമൊന്നും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ പഠിപ്പിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുന്നതിലൂടെ അത്യാവശ്യം കുറച്ചൊക്കെ തിരിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അത് വായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ കഴിയും. അത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതല്ല തീരെ അക്ഷരം അറിയാത്ത ഒരാൾക്ക്, തീരെ അറബി അറിയാത്ത ഒരാൾക്ക് ഇപ്പൊ നമ്മളെ ക്ലാസ് കേട്ടാൽ തിരിയണമെന്നില്ല. കാരണം അക്ഷരം അറിയാതെ ഇപ്പൊ നമ്മൾ വായിക്കാൻ കിട്ടൂലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ചെറിയ ക്ലാസ് ആണ്. قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا وكم أهلكنا قبلهم من قرن. ഇവിടെ ഖബലഹും കണ്ടില്ലേ, സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഈ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ എന്താണ് നിയമം? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഖബലഹും എന്നുള്ള അല്ലേ, സ്കൂളിലെ മീമിന്റെ ശേഷം മീം വന്നു. എന്താണ് ഇവിടെയുള്ള നിയമം? അത് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതുക. നേരത്തെ എഴുതിന്റെ പേപ്പറിന്റെ താഴെ എഴുതുക, 2 നമ്പർ ഇടുക. ഇദ്ഹാർ ആണെങ്കിൽ ഇദ്ഹാർ, ഇഖ്ഫാണ് ഇഖ്ഫാ, ഇദ്ഗാം ആണെങ്കിൽ ഇദ്ഗാം നോക്കിയിട്ട് എഴുതുക. وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا. തൻവീന്റെ ശേഷം വാവ് വന്നു, ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന്റെ ശേഷം വാവ് വന്നു, സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വാവ് വന്നാൽ നൗമി, നൂന്, വാവ്, മീമി, യാ, ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. അപ്പോ അസാസൻ എന്ന് പറയാതെ അസാസൻ വരിഇയാ. قل من كان في الضلالة فليمدد له الرحمن مدا. في الضلالة في കണ്ടില്ലേ, في എന്നാണുള്ളത്, കൂട്ടി വയ്ക്കുമ്പോൾ في الضلالة فليمدد له الرحمن. ലഹു കണ്ടില്ലേ, له الرحمن فليمدد له الرحمن مدا. ലഹുറ അല്ലേ, അലിഫും വസ്ലിൻ ഹംസയാണ്, അതിന്റെ ശേഷം അലിഫും പിന്നെ ലാമുണ്ട് അല്ലേ. ഇവിടെ ലഹു ഫല്യംദുദ് ലഹ് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു. ഇനി കൂട്ടി വായിക്കുമ്പോൾ
ഇത് വഖഫ് ചെയ്യേണ്ട ഒരാവശ്യം വന്നു. ശ്വാസം എന്ത് ചെയ്തു? അവിടെ മുട്ടി. ഇനി എന്ത് ചെയ്യോ? തുടങ്ങുകയാണെങ്കിൽ അർ-റഹ്മാനു മദ്ദ എന്നാണ് വായിക്കേണ്ടത്, തുടക്കമായതുകൊണ്ട്. എന്താണ് കാരണം? അലിഫും ലാമും എന്ന സ്ഥലത്ത് മുഴുവനും എന്താണ്? തുടക്കമാണെങ്കിൽ. ഇവിടെ ഒന്നും നമുക്ക് പ്രശ്നമില്ല. ഒരു ആയത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പൊ അവിടെയാണ് അധികം ഓതേണ്ട ആവശ്യം വരിക. ഇവിടെ നമ്മളിങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ അതിങ്ങനെ ഓതിപ്പോയാൽ മതി. فَلْيَمْدُدْ لَهُ الرَّحْمَنُ مَدًّا حَتَّى إِذَا رَأَوْا مَا يُوعَدُونَ إِمَّا الْعَذَابَ وَإِمَّا السَّاعَةَ فَسَيَعْلَمُونَ مَنْ هُوَ شَرٌّ مَكَانًا وَأَضْعَفُ جُندًا قُلْ مَنْ كَانَ فِي الضَّلَالَةِ فَلْيَمْدُدْ لَهُ الرَّحْمَنُ مَدًّا حَتَّى إِذَا رَأَوْا مَا يُوعَدُونَ حَتَّى മദ് മുൻഫസിലാണ്, നീട്ടേണ്ടതാ. മദ്ദുണ്ട് അല്ലേ? حَتَّى إِذَا رَأَوْا مَا يُوعَدُونَ إِمَّا الْعَذَابَ ശദ്ദുള്ള മീമാണ്. മീമ് മണിക്കണം. ഇമ്മൽ കൂട്ടി വായിക്കൽ ഇമ്മാൽ എന്നല്ല, ഇമ്മൽ അദാബ വ ഇമ്മസ്സാഅ ശദ്ദുള്ള മീമ് അല്ലേ? കൂട്ടി വായിച്ചപ്പോ വ ഇമ്മസ്സ വ ഇമ്മാസ എന്നല്ല, ഇങ്ങനെ നീട്ടാനുള്ള സ്ഥലം വരികയും അതിന് ശേഷം ഒക്കെ പിന്നെ വസിലിന്റെ ഹംസ അതുപോലെ തന്നെ ലാമൊക്കെ വരുന്ന സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിർത്തിയത് കണ്ടോ? മക്കാന തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് എപ്പോഴും വഖഫ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ ഒന്നും പറയാത്തത് നമ്മളെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പറയും. ഇന്നത്തെ ക്ലാസ് കൂടുതൽ അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. മൻ ഹുവ ശർറും മകാന തൻവീൻ ഫത്ഹുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യേണ്ടത് മകാന എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? മൻ ഹുവ ശർറും മകാന വഅദ്അഫു ജുന്ദാ വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ والباقيات الصالحات خير عند ربك ثوابا وخير مردا ويزيد الله الذين വസലിൻ ഹംസയുണ്ട്. ഹുല്ലദീന വസലിൻ ഹംസ ചേർത്തി വായിച്ചപ്പോ കൂട്ടി വായിച്ചപ്പോ ആ വസലിൻ ഹംസയെ ഉച്ചരിച്ചിട്ടില്ല. ويزيد الله الذين اهتدوا هدى تنوين فتح يهودا والباقيات الصالحات خير عند ربك ثوابا وخير مردا أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أفرأيت الذي كفر بآياتنا തൻവീൻ ഫത്ത് വഖഫ് ചെയ്യുമ്പോൾ നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. തൻവീൻ ഫത്തും നീട്ടാനുള്ളതും നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. കാനു അല്ലേ? അതൊക്കെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? ബിആയാതിന നീട്ടാനുള്ളതാണ്. നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെ വഖഫ് ചെയ്യണം. ബിആയാതിന എന്നല്ല, ബിആയാതിന വഖാല ലഊതയന്ന മാല തൻവീൻ ഫത്ത് അവിടെ വഖഫ് ചെയ്തപ്പോ മാല വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വഖാല ലഊതയന്ന മാല വവലദ അവിടെ വഖഫ് ചെയ്തു. അവിടെയും തൻവീൻ ഫത്താണ്. വവലദ أطلع الغيب أم اتخذ عند الرحمن عهدا
كلا سنكتب ما يقول ونمد له من العذاب مدا ونمد له ഹു എന്നുള്ള ലഹു ഒരു അല്പം നീട്ടേണ്ടതാണ്. കാരണം എന്താണ്? ഹു എന്നതിന് തൊട്ട് മുമ്പും തൊട്ടു ശേഷമുള്ള അക്ഷരം, തൊട്ട് മുമ്പുള്ള ലാമാണ് ല എന്നുള്ളതാണ്. ഹു എന്നതിന് തൊട്ടു ശേഷമുള്ള മീ എന്നുള്ളതാണ്. ഈ രണ്ട് അക്ഷരത്തിനും സുക്കൂൻ ഇല്ല. രണ്ടാൽ ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നത് നീട്ടുകയില്ല. നമ്മുടെ ഖുർആനിലധികവും എല്ലാ ഇങ്ങനെയുള്ള പദങ്ങളിലൊക്കെ എന്തുണ്ടാവും? നീട്ടാനുള്ളത് ഹു എന്നതിന് ചെറിയൊരു വാവിന്റെ ചിഹ്നം ഉണ്ടാവും. നീട്ടാനില്ലാത്തതാണെങ്കിൽ ചിഹ്നം ഉണ്ടാവില്ല. അപ്പൊ അവിടെ നീട്ടേണ്ടതില്ല എന്നർത്ഥം. വനമുദ്ദു ലഹു. ഇനി മറ്റേ പൊന്നാനി മുസാഫിലാണെങ്കിൽ അതിന്റെ ഹു എന്നതിന് നേരെ ചെറിയ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും. അവിടെ നീട്ടാനുള്ളത് ഹു എന്നതിന്റെ നീട്ടാനുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ ഒരു അടയാളം അവിടെ ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അടയാളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട നിയമം ഇതാണ്: മുമ്പും ശേഷവും സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ രണ്ടാലവസരത്തും സുക്കൂൻ ഇല്ല, അപ്പൊ ഇതിനെ നീട്ടി. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദാ വനരിസുഹു മാ യഖൂൽ. ഇവിടെ കണ്ടില്ലേ? ഹു എന്ന് വനരിസുഹു നീട്ടി. എന്താ കാരണം? ഹു എന്നത് നീട്ടി. എന്താണ് കാരണം? തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഇല്ല. ونرثه ما يقول ويأتينا فردا واتخذوا من دون الله آلهة ليكونوا لهم عزا واتخذوا من دون الله من അവിടെ ഇഖ്ഫ ചെയ്യണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ദാൽ വന്നു, ഇഖ്ഫാന്റെ അക്ഷരമാണ്. മിൻ ദൂനില്ലാഹി ആലിഹ. ഇൻഷാ അല്ലാഹ് സുക്കൂനുള്ള നൂനിന്റെയും തൻവീന്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിശദമായിട്ട് പറയാം. അല്പം ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരും നമ്മൾ എപ്പോഴും പറയുന്ന വിഷയമാണ്. നമ്മുടെ ക്ലാസ് ആരും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെക്കുക. മനസ്സിലാകുന്നില്ല അങ്ങനത്തെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, ഒരൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പല പ്രാവശ്യം കേൾക്കുന്നതിലൂടെ അത് നമുക്ക് തന്നെ അറിയാതെ, നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും. അത് വിശുദ്ധ ഖുർആന്റെ ഒരു പവറാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിൻ ദൂനില്ലാഹി ആലിഹതൻ ലിയകൂൻ. ആലിഹതൻ തൻവീന്റെ ശേഷം ലാമോ വന്നു, ഇദ്ഗാമും ബിലാമുന്ന. തൻവീന്റെ ശേഷമോ സുക്കൂള്ള നൂനിന്റെ ശേഷമോ ലാമോ റാഓ വന്നാൽ ഇദ്ഗാമും ബിലാമുന്നയാണ് നിയമം. നേരെ കൂട്ടി യോജിപ്പിക്കുക, അത്ര ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, മണിക്കൊന്നും വേണ്ട, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ആലിഹത്തൻ എന്നാണുള്ളത്. തൻ എന്ന് പറഞ്ഞപ്പോ നൂന് വന്നില്ല, തൻ. ആ നൂനിന് ലാമിലേക്ക് കൊടുത്തു, അതാണ് ലാമിനോട് ശബ്ദ വരാൻ കാരണം. പക്ഷെ അത് ഉച്ചാരണത്തിൽ വരൂല. ആലിഹത്തല്ലി ശബ്ദ കൊടുത്തു, അതിലേക്ക് കൂട്ടി യോജിപ്പിച്ചപ്പോ ലാമ് ശബ്ദ വന്നു. അതാണ് എന്ത്? ആലിഹത്തല്ലിയകൂനു ലഹും ഇസ്സാ. ഇവിടെ കണ്ടില്ലേ? ലഹും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ലഹും സുക്കൂനുള്ള മീമിന്റെ ശേഷം ഐന് വന്നു. എന്ത് വന്നു? ഐന് വന്നു. സുക്കൂനുള്ള മീമിന്റെ ശേഷം ഐന് വന്നാൽ എന്താണ് നിയമം? അക്ഷരം ഏത് വന്നാലും നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ് കേട്ട ആളുകൾക്ക് അതിൻ്റെ ആ ചാർട്ട് ഇങ്ങനെ മനസ്സിലുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഓരോന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അത് മനസ്സിലാക്കണം എന്നുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ പരിശോധിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് ഏറ്റവും അവസാനം അത് കാണിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. كلا سيكفرون بعبادتهم ويكونون عليهم ضدا كلا سيكفرون بعبادتهم ويكونون. നാലാമത്തത് സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നു. ബിഇബാദതിഹിം വയകൂനൂൻ. അവിടെ കണ്ടില്ലേ? സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നത്. ഇദ്ഗാമും അവിടെ എന്ത് ചെയ്യണം? പിന്നെ സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നാൽ ഇദ്ഗാമാണോ അതുപോലെ തന്നെ ഇൽഹാർ ആണോ ഇഖ്ഫ ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് നോക്കിയാൽ എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? 4 നമ്പർ ഇടുക, അതിന്റെ ഉത്തരം അവിടെ എഴുതി കൊടുക്കുക.
അലൈഹിം ളിദ്ദ. അഞ്ചാമത്തത് അലൈഹിം ളിദ്ദ. സുക്കൂനുള്ള മീമിന്റെ ശേഷം ളാദ് വന്നു. അലൈഹിം ളിദ്ദ. സുക്കൂനുള്ള മീമിന്റെ ശേഷം ളാദ് വന്നാൽ എന്താണ് നിയമം? അവിടെ 5 നമ്പർ ഇടുക, അത് നേരെ എഴുതി കൊടുക്കുക. അലം തറ അന്നാ അർസൽന الشياطين على الكافرين تؤزهم أزا ألم تر أنا أرسلنا الشياطين ألم تر. ആറാമത്തെ ചോദ്യമാണ്. സുക്കൂള്ള മീമിന്റെ ശേഷം ത വന്നു. സുക്കൂള്ള നൂനിന്റെ ശേഷം ത വന്നാൽ എന്താണ് നിയമം? അലം തറ അല്ലേ? സുക്കൂള്ള മീമിന്റെ ശേഷം ത ആണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് നിയമം? അലം തറ അന്നാ. ഇവിടെ ശബ്ദുള്ള നൂനുണ്ട്, മദ്ദുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓത്തിൽ നമ്മളത് അറിയാതെ കൊണ്ടുവരണം. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓതി പോകുന്ന രൂപത്തിലേക്ക് ആകണം. സുക്കൂള്ള ശബ്ദുള്ള നൂന് അത് എപ്പോഴും എന്ത് ചെയ്യണം? മണിക്കുക. മണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മണിക്കുക? അന്ന എന്നുള്ളത് മണിച്ചിട്ടില്ല. ഇതിപ്പോ മണിച്ചിട്ടുള്ളൂ, ഇപ്പൊ അക്ഷരം പറഞ്ഞിട്ടില്ല. മണിച്ചിട്ടുള്ളൂ, അക്ഷരം പറഞ്ഞിട്ടില്ല. അക്ഷരം എപ്പോഴാ പറയാ? ന എന്ന് പറയുമ്പോഴാ അന്ന. ഇപ്പൊ അക്ഷരം പറഞ്ഞു, അന്ന എന്നുള്ളതാണ്. മണിച്ചു, അക്ഷരം പറഞ്ഞു, പക്ഷെ അത് നീട്ടിയിട്ടില്ല. അന്ന ഇപ്പോഴാണ് നീട്ടിയത്. അന്ന ശബ്ദാക്കി കൊടുത്തു, മണിച്ചും ചെയ്തു. ഇനി അല്പം നീട്ടുക. അന്ന അല്പം നീട്ടി. അലിഫാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ അലിഫായിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി നീട്ടണം, അപ്പോഴേ മദ്ദാവുകയുള്ളൂ. അന്ന അന്ന. ഇപ്പൊ ശബ്ദുള്ള നൂനെ ആയിട്ടുള്ളൂ, മണിക്കുകയും ചെയ്തു. അല്പം നീട്ട. അലിഫാണെങ്കിൽ അന്ന. മദ് അലിഫാണ്. മദ് അലിഫാണ്. മദ് അലിഫ് നീട്ടാനുള്ളത് എന്താണ്? ഒക്കെ മദ്ദാണ്. അത് കൂടുതലായിട്ട് നീട്ടണമെങ്കിൽ അപ്പോഴാണ് മദ് മുൻഫസിലും മുത്തസിലൊക്കെ ആവുകയുള്ളൂ. അന്ന ഇപ്പോഴാണ് നീട്ടിയത്, കൂടുതലായിട്ട് നീട്ടിയത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ന ഇന്ന അന്നി അന്നി. അത് അല്പം നീട്ടുകയാണെങ്കിൽ അന്നി. കൂടുതൽ നീട്ടുകയാണെങ്കിൽ അന്നി. മണിക്കൽ എപ്പോഴും കൂടുതലാക്കിയാലും കുറഞ്ഞാലും മണിക്കുന്നതിന് ഒരേ കണക്കാണ്. അന്ന അന്ന അവിടെയാണ് നീളുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നാ അർസൽന الشياطين على الكافرين تؤزهم أزا. ഏഴാമത്തത് സുക്കൂള്ള മീമിന്റെ ശേഷം ഹംസ വന്നു അല്ലേ? ഇവിടെ എന്താണ് നിയമം? സുക്കൂള്ള മീമിന്റെ ശേഷം പിന്നെ ഹംസ വന്നു, എന്താണ് നിയമം? ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആ നിയമം ഏഴാമത്തെ നിയമം ആണ്. ആ നിയമം എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. فلا تعجل عليهم إنما نعد لهم عدا. അപ്പൊ ശ്രദ്ധിക്കുക. نعد لهم عدا. إنما ശബ്ദുള്ള നൂനുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا. 86-ാമത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ അവസാനം ജഹന്നമ വിർദ. ജഹന്നമ എന്നുള്ള ഫത്ഹാണ് മീമിന്. അപ്പൊ അവിടെ നിയമം നോക്കണ്ട. അതിനുശേഷം വിർദ. റാഇന് സുക്കൂന്, മുമ്പ് കസ്ർ. അതിനുശേഷമുള്ള ദാലാണ് അല്ലേ? ഇസ്തിഗ്ലാഇന്റെ അക്ഷരം എന്ന് പറയും. ഇതാണ് ഇസ്തിഗ്ലാഇന്റെ അക്ഷരം. ഇതല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും സാധാരണ നിയമം പറയാം. സുക്കൂണിന് റാ തൊട്ട് മുമ്പ് കസ്ർ വന്നാൽ ഇവിടെ തർക്കീക്കാണ് ചെയ്യും. വിർദ എന്ന് പറയുന്നത് വിർദ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് അതല്ലാത്ത സ്ഥലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പറയാം.
ഇതാണ് നിയമം. സുക്കൂള്ള റാ വന്നു, തൊട്ട് മുമ്പ് കെസിർ വന്നു. റാ വന്നു, തൊട്ട് മുമ്പ് വാവാണ്, വാവിന് കെസിറാണ്. ഈ സ്ഥലത്ത് തർക്കീഖ് ചെയ്യണം. ഇതാണ് റാഇന്റെ നിയമം. لا يملكون الشفاعة إلا من اتخذ عند الرحمن أهدا. എട്ടാമത്തെ ചോദ്യമാണ്. لا يملكون لا يملكون മീമിന്റെ ശേഷം ലാമു വന്നു. മീമിന്റെ ശേഷം ലാമു വന്നു. യംലികൂന ഇവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്, ഇദ്ഗാമാണ് ചെയ്യേണ്ടത്, ഇഖ്ഫാണ് ചെയ്യേണ്ടത്? വളരെ നോക്കിയിട്ട് ഉത്തരം എഴുതുക ഇൻഷാ അല്ലാഹ്. വഖാലു നിർത്തി. വഖാലു നിർത്തുകയാണെങ്കിൽ അങ്ങനെയാണ് നിർത്തേണ്ടത്. നേരെ മറിച്ച് നിർത്തുന്നില്ല എങ്കിൽ വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. വഖാലു എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ ഒഴിവാകും. വഖാലുത്ത വാവ് പോയി, അതിന് ശേഷമുള്ള ഒരു അലിഫ് കണ്ടില്ലേ? ഈ അലിഫിന്റെ മുകളിൽ ഒരു പൂജ്യമാണുള്ളത്. ഒരു പൂജ്യം കണ്ടില്ലേ? അതെന്താണ്? അത് എങ്ങനെ വായിച്ചാലും അത് ഉച്ചരിക്കുകയില്ല. ചേർത്തി വായിച്ചാലും നിർത്തി വായിച്ചാലും ഒന്നും. വഖാലു ആ അലിഫിനൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇനി കൂട്ടി വായിച്ചു വഖാലുത്ത, അപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അതിന്റെ മേലെ ഒരു പൂജ്യം കണ്ടില്ല, പൂജ്യം പോലത്തെ. അപ്പൊ അത് ഈ സ്ഥലം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്ലിയർ ആയിട്ട് ഒരു പൂജ്യം വരുന്ന സ്ഥലമുണ്ട്. അത് സൂറത്തുൽ കഹ്ഫിലൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ലഖദ് ജിഅ്തും ശൈആ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഷീന് വന്നു അല്ലേ? ശൈആ ജിഅ്തും ശൈആ. ഇവിടെ എന്താണ് നിയമം? ഇതാണ് ഒമ്പതാമത്തെ ചോദ്യം. ഇതാണ് ഒമ്പതാമത്തെ ചോദ്യം. സുക്കൂനുള്ള മീമിന്റെ ശേഷം ഷീന് വന്നാൽ എന്താണ് നിയമം? ആ നിയമം 9 നേടുക. അതിന്റെ എന്ത് ചെയ്യാൻ നേരെ, അതായത് ഇൽഹാർ ആണെങ്കിൽ ഇൽഹാർ, ഇഖ്ഫാണെങ്കിൽ ഇഖ്ഫാ. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഏതൊരാൾക്കും ഈ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റും. കാരണം അത്രയും സിമ്പിളായ വിഷയമാണ്. പിന്നെ അതിന്റെ ഇടയിൽ പാരായണം ചെയ്യേണ്ട രൂപങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു എന്ന് മാത്രം ഇൻഷാ അല്ലാഹ്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا. تكاد കൂട്ടി വായിക്കേണ്ട രൂപം തകാദുസ്സ. ദുസ്സ അതിന്റെ അടിയിൽ വസലിന്റെ അംസയുണ്ട്. ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. വസലിന്റെ അംസ എന്ന് പറഞ്ഞാൽ തന്നെ ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. ലാമിനും സുക്കൂനില്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ തകാദുൽ എന്ന് വായിക്കാം. ലാമിന് സുക്കൂൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുത്ത അക്ഷരത്തിലേക്ക് നേരെ കടക്കുന്നു. തകാദുസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദ് وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا وما ينبغي. കണ്ടില്ലേ? സുക്കൂനുള്ള നൂനാണ്. നൂനിന്റെ ശേഷം ബാ വന്നു. ഈ ബാ വന്നാൽ എന്ത് ചെയ്യണം? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നാൽ ഇവിടെ എന്താ ചെയ്യുക? സുക്കൂനുള്ള ബാ നൂനിന്റെ ശേഷം ബാ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണോ? അല്ല. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നാൽ ഒരേ ഒരു അക്ഷരമാണുള്ളത്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം പിന്നെ ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബിന് ഒരേ ഒരു അക്ഷരമുള്ളൂ, അത് ബാ ആണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. നൂനിനെ മറിച്ച് മീമാക്കുക. അപ്പൊ എൻ എന്നുള്ളത് എം എന്നാക്കുക. എൻ എന്നുള്ളത് എം. ينبغي للرحمن أن يتخذ ولدا إن كل. ഒമ്പതാമത്തെ ചോദ്യം നേരത്തെ പറഞ്ഞു. ഇത് ചോദ്യത്തിൽപ്പെട്ടതല്ല, ഞാൻ വിഷയം പറഞ്ഞു എന്ന് മാത്രം. 10ാമത്തെ പറയാൻ പോകുന്നുള്ളൂ. إن كل من في السماوات والأرض إلا آتي الرحمن عبدا. إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا
ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم هل تحس منهم من أحد أو تسمع لهم ركزا 98 ആയത്തായി അല്ലേ? ഇതാണ് സൂറത്ത് മറിയം. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് മറിയം എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തുടക്കം മുതൽ ഒടുക്കം വരെ കഴിവിന്റെ പരമാവധി നമ്മൾ ഓതാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 10ാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സൂറത്തുൽ ആദിയാത്തിൽ അവസാന ആയത്ത് ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന റബ്ബഹും കണ്ടില്ലേ, സുക്കൂനുള്ള മീമിന്റെ ശേഷം ബിഹിം, സുക്കൂനുള്ള മീമിന്റെ ശേഷം ബിഹിം എന്ന് വന്നു, ബി അല്ലേ? സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ എന്താണ് ഇവിടെയുള്ള നിയമം? ഇതാണ് 10ാമത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ചോദ്യം വളരെ കൃത്യമാണ്. ചോദ്യം ഏതെങ്കിലും മാറിപ്പോയാൽ ഞാൻ ഉത്തരവാദി ആവുന്നതല്ല. ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളെ കാരണം ഓൺലൈനായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാം. അത് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഉത്തരം അയച്ചു തരിക ഇൻഷാ അല്ലാഹ്. ഈ 10 ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ചു തരികയും അതിന് ഞാൻ ഓക്കെ അടിക്കുകയും അതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് വീഡിയോക്ക് താഴെയായിട്ട് ഞാൻ കമന്റ് വിട്ടിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, ആൻസർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൽ ഒരു റീപ്ലൈ ആയിട്ട് നൽകുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല, മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങളത് അതിൽ അയക്കണം. എഴുതാൻ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കുട്ടികളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിപ്പിക്കുക, അതിന് അയക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പരമാവധി എന്ത് ചെയ്യുക, ഇനി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒൽക്കും കൂടി ഒരു ആവേശം കുട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ആവേശം ഉണ്ടാകണം. ആ നിലക്കാണ് ഇപ്പോൾ സാമ്പത്തികമുള്ള ആളുകളെ സംബന്ധിച്ച് അതൊന്നൊരു പ്രയാസമുള്ള കാര്യമില്ല. അപ്പൊ നമുക്കൊരു ചെറിയ ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് അത് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. നമ്മളെ പേര് ഇൻഷാ അല്ലാഹ് പേര് മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു ആവേശം കിട്ടുന്ന ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു പ്രൈസ് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എന്ത് ചെയ്യാം, ഒരു പരമാവധി എന്ത് ചെയ്യുക, ഒന്ന് ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. പരമാവധി എല്ലാവരും അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എത്ര ആൾ അയച്ചെന്നാലും കഴിവിന്റെ പരമാവധി ഞാനത് നോക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി എന്ത് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വലിയ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് അതൊക്കെ കേൾക്കുകയും ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യണം. വിശുദ്ധ ഖുർആനാണ്, എത്ര പഠിച്ചാലും തീരുകയില്ല. അപ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ പ്രേക്ഷകർ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, പരമാവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വീഡിയോ അല്പം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബിഹഖി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.